സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ആഗമന കാലത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു അല്ലേ? ഈശോ ഇന്നത്തെ സുവിശേഷത്തിൽ പറയുകയാണ്, ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ കണ്ണുകൾ ഭാഗ്യമുള്ളവ, നിങ്ങളുടെ കാതുകൾ ഭാഗ്യമുള്ളവ. കാരണം ഇതാ വലിയ വലിയ ആൾക്കാർ, പ്രവാചകന്മാർ ആഗ്രഹിച്ചു കാണാൻ, എന്നാൽ അവർക്ക് കാണാൻ പറ്റിയില്ല. ഇത് കേൾക്കുവാൻ നിങ്ങൾ ആഗ്രഹിച്ചു, അവർ ആഗ്രഹിച്ചു, പക്ഷെ കേൾക്കാൻ പറ്റിയില്ല. എന്നാൽ നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. നോക്കുക, യേശുവിനെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നത് യേശുവിന് ഇഷ്ടമുള്ളവർക്കാണ്. അതുകൊണ്ട് വചനം നമുക്ക് മനസ്സിലാകുമ്പോൾ, ശുശ്രൂഷകരിലൂടെ വായിക്കുമ്പോൾ ഒക്കെ വചനത്തിന്റെ കാഴ്ച അല്ലെങ്കിൽ ഉൾക്കാഴ്ചകൾ മനസ്സിലാകുമ്പോൾ ഒന്ന് മനസ്സിലാക്കുക, യേശു തന്നെയാണ് നിങ്ങൾക്കത് വെളിപ്പെടുത്തി തന്നത്. അവന്റെ പരിശുദ്ധാത്മാവാണ് നിങ്ങൾക്കത് വെളിപ്പെടുത്തി തന്നത്. അതുകൊണ്ട് അതിനെ ഓർത്ത് നന്ദി പറയാം. യേശുവിന്റെ ഈ അടുത്ത സാന്നിധ്യം അനുഭവിക്കാൻ സാധിച്ചതിനെ ഓർത്ത് നന്ദി പറയാം. നമുക്ക് കുറച്ചുകൂടി ഒരുങ്ങാം. ക്രിസ്മസിലേക്ക് അടുക്കുമ്പോൾ നമ്മെ തന്നെ ഒരിക്കൽ കൂടി അനുതാപത്തിലേക്ക് നയിച്ചുകൊണ്ട് തൂവെള്ള വസ്ത്രങ്ങൾ ധരിക്കുവാൻ തക്കവിധം ദൈവം നമ്മെ ഒരുക്കട്ടെ എന്നായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പോലെ മന്നാ പെയ്തു